നമസ്കാരം. 2024 ആക്റ്റീവ്.EV എന്ന് പറയുന്ന വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ടാറ്റ മോട്ടോഴ്സ് വരികയും അതിൽ ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് Punch.EV ആയിരുന്നു. നിരന്തരമായിട്ടുള്ള വർക്കുകൾ അതിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. Active.EV+ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമൊക്കെ ഇപ്പോൾ നമുക്ക് നിലവിൽ ടാറ്റയുടെ പല ഇലക്ട്രിക് വാഹനങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. 2026 ഫെബ്രുവരി 20 അതായത് ഇന്ന് ടാറ്റ മോട്ടോഴ്സ് അവരുടെ Punch.EVയെ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ കഴിയില്ല, ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു അപ്ഡേഷൻ ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ എന്താണ് അതിൻ്റെ ഒരു ഗുണം? ഈ ഒരു എൻട്രി സെഗ്മെൻറ്റ് കാറുകളിൽ, അതായത് എക്സ്പെഷ്യലി ഇലക്ട്രിക് കാറുകളിൽ ഉള്ള റേഞ്ച് ആങ്സൈറ്റി, അത് മാത്രമല്ല ബാറ്ററിയുടെ വാറണ്ടി കഴിഞ്ഞാൽ പിന്നീട് എന്ത് അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നു, ഈ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് വാഹനം ഓടിച്ചതിന് ശേഷം പിന്നീട് വരുന്ന വലിയൊരു കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അല്ലെങ്കിൽ ആങ്സൈറ്റി, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവരുടെ ലോഞ്ചിങ് സെറിമണിയിൽ അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ ഫേസ് ലിഫ്റ്റഡ് മൈനർ അപ്ഡേറ്റഡ് ടാറ്റ മോട്ടോഴ്സ് Punch.EV ഈ ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലേക്കോ അല്ലെങ്കിൽ എസ്തെറ്റിക് സെൻസിലേക്കോ അല്ല പോകുന്നത്. ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേഷ്യ ആയിക്കോട്ടെ, സെൽ സ്ട്രക്ചർ ആയിക്കോട്ടെ, അത് മാത്രമല്ല കണക്റ്റഡ് ആയിട്ടുള്ള LED ടെയിൽ ലൈറ്റുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത്തരം മൈനർ ആയിട്ടുള്ള ചേഞ്ചുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് വാഹനത്തെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറയുന്നത് അതിൻ്റെ ടെക്നിക്കലി എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ബാറ്ററിയെക്കുറിച്ച് നമുക്ക് പറയാം. ബാറ്ററി എന്ന് പറയുന്നത് LFP ബാറ്ററി തന്നെയാണ്. 30 kWh ബാറ്ററി പാക്കും 40 kWh ബാറ്ററി പാക്കും, രണ്ട് ബാറ്ററി പാക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് സെല്ല് തന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്കും വന്നിട്ടുള്ളത്. ബാറ്ററി പാക്കിൻ്റെ കാര്യമാണ് എടുത്തു പറഞ്ഞത്. 25 kWh ബാറ്ററി പാക്ക്, 30 kWh ബാറ്ററി പാക്ക്, ഈ രണ്ട് വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം മുൻപ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് 30 kWh ബാറ്ററി പാക്കിനെ ഒരു എൻട്രി ലെവൽ വാഹനം എന്നുള്ള രീതിക്ക് അവർ വെച്ചിട്ടുള്ളത്. പിന്നെ 40 kWh ബാറ്ററി പാക്കാണ്. രണ്ടും LFP ആണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഇവർ ലോങ് ഡിസ്റ്റൻസ് ഈ ഒരു വാഹനത്തെ ഡ്രൈവ് ചെയ്യാൻ കഴിയും എന്നാണ് അവകാശപ്പെടുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വീക്കെൻഡ് ലോങ് ട്രിപ്പുകൾക്ക് ഈ ഒരു വാഹനം ഉപയോഗിക്കാം. ഒരു സിറ്റി ടു മറ്റൊരു സിറ്റി ടു സിറ്റി, അതായത് ഇൻ്റർ സിറ്റി ഡ്രൈവിനൊക്കെ ഈ ഒരു വാഹനം ഉപയോഗിക്കാം എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ചിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ വേണം. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് C75 സൈക്കിൾ വെച്ചിട്ട് 355 കിലോമീറ്റർ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് റേഞ്ച് ലഭിക്കും. അത് 40 kWh ബാറ്ററി പാക്കുള്ള വാഹനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ARI സർട്ടിഫൈ ചെയ്തിട്ടുള്ള റേഞ്ച് 468 കിലോമീറ്ററാണ്. അപ്പോൾ 468 കിലോമീറ്റർ സർട്ടിഫൈ ചെയ്ത വാഹനത്തിന് നിങ്ങൾ റിയൽ ആയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 355 കിലോമീറ്റർ കിട്ടും എന്നാണ് അവർ ഈ C75 സൈക്കിളിലൂടെ അവർ പറയുന്നത്. C75 സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കിലോമീറ്റർ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് കിട്ടിയ ഡാറ്റയിൽ നിന്നും അവർ അസസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടാണ് ഈ ഒരു 355 കിലോമീറ്റർ ട്രൂ റേഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ബാറ്ററിയുടെ സൈസിലോ അതല്ലെന്നുണ്ടെങ്കിൽ പാക്കേജിങ്ങിലോ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ എനർജി ഡെൻസിറ്റിയും ബാറ്ററിയുടെ തെർമൽ ഒപ്റ്റിമൈസേഷനൊക്കെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പവർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് PDU അതിൻ്റെ എല്ലാം പെർഫോമൻസിനെ കാര്യമായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇവർ സേഫ്റ്റിയിൽ വളരെയധികം നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു പറയാം. അത് അടുത്ത ഒരു സെക്ഷനിൽ നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അതായത് ജംപ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, ഫയർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഓൾമോസ്റ്റ് 450 മീറ്ററാണ്. അത് അപ് ടു 900 വരെയൊക്കെ എത്തിക്കാമെന്നൊക്കെ അവർ പറയുന്നു. എന്തോ ആയിക്കോട്ടെ, പക്ഷേ സർവീസിൻ്റെ കാര്യത്തെക്കുറിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. വളരെ നല്ല രീതിക്ക് ബാറ്ററിയെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ബാറ്ററിക്ക് വാറണ്ടി എന്ന് പറയുന്നത് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ. ഇതല്ല, ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി അവർ നൽകുന്നുണ്ട്. അതാണ് എടുത്തു പറയേണ്ടത്. അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സാണ്. അതായത് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി വിത്ത് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ്. അത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യം തന്നെയാണ്. ഈ ബാറ്ററിയുടെ എഫിഷ്യൻസി കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തെർമൽ സ്റ്റെബിലിറ്റിയാണ്. അതായത് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബാറ്ററിയുടെ എഫിഷ്യൻസി കാര്യമായിട്ട് ബാധിക്കും. അതിനെ കാര്യമായിട്ട് കുറയ്ക്കാനായിട്ട് ഇവർ കൃത്യമായിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സ് ഈ ബാറ്ററിയിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. 20% മുതൽ 80% വരെ എത്താനായിട്ട് ഫാസ്റ്റ് ചാർജിങ്ങിൽ
26 മിനിറ്റ് മതി എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 135 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ഇത്തരം ഫാസ്റ്റ് ചാർജിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. 3.5 കിലോ വാട്ട് അവറിൻ്റെ ഒരു വാൾ മൗണ്ടഡ് AC യൂണിറ്റ് നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ കൂടെ തന്നെ കിട്ടും. അതിനകത്ത് ചാർജിങ് ഇൻഡിക്കേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുമാത്രമല്ല 7.5 കിലോ വാട്ട് അവറിൻ്റെ ചാർജിങ് യൂണിറ്റ് നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങാവുന്നതുമാണ്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് 3 ഡ്രൈവ് മോഡ് ഈ ഒരു വാഹനത്തിലുണ്ട്. സിറ്റി, ഇക്കോ, സ്പോർട്സ് എന്ന് പറയുന്ന 3 മോഡുകളാണുള്ളത്. അത് മാത്രമല്ല 3 റീജിയൻ മോഡുകളുമുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെയുള്ള പാഡിൽ ഷിഫ്റ്റേഴ്സ് വഴി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. മോട്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 95 കിലോ വാട്ട് പീക്ക് പവർ നൽകുന്ന ഒരു മോട്ടറുണ്ട്. വീൽ ടോർക്ക് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 2000 ന്യൂട്ടൺ മീറ്റർ വീൽ ടോർക്ക് ഉണ്ട്. 0 to 100 കിലോമീറ്റേഴ്സ് അച്ചീവ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടില്ല, അണ്ടർ 9 സെക്കൻഡ്സ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഗ്രേഡബിലിറ്റിയാണ്, റീസ്റ്റാർട്ട് ഗ്രേഡബിലിറ്റി. അത് 32% ഗ്രേഡബിലിറ്റി ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ സേഫ്റ്റി സൈഡ് നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ കൂളിംഗ് ഒപ്റ്റിമൈസേഷൻ വളരെ നന്നാക്കിയിട്ടുണ്ട്. പിന്നെ Active.ev പ്ലാറ്റ്ഫോം ഏകദേശം 4 ലെയറാണ് ആ ഒരു പ്ലാറ്റ്ഫോമിനകത്തുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള എൻഹാൻസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം ഉള്ളത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഡയമെൻഷൻസിലോ അത് മാത്രമല്ല വാഹനത്തിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സുകളിൽ ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. കാരണം ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ തരം ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. പഞ്ചഭൂതങ്ങളെ എല്ലാം തന്നെ തരണം ചെയ്യാനാണ് ഈ ഒരു കമ്പനി പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു ജം ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, ഫയർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി അവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് പ്ലസ്, അഡ്വഞ്ചർ, എംപവേർഡ് പ്ലസ് എന്നുള്ള മോഡലുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് 30 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ഉള്ള മോഡൽ എന്ന് പറയുന്നത് സ്മാർട്ട് പ്ലസും ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ് ഈ ഒരു വില എന്ന് പറയുന്നത്. വില എന്ന് പറയുമ്പോൾ 9,69,000 രൂപയാണ്. സ്മാർട്ട് എന്ന് പറയുന്ന ബേസിക് വേരിയൻറ്റ്, അതായത് 30 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള ആ വേരിയൻറ്റിൻ്റെ വില. സ്മാർട്ട് പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും 30 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള വേരിയൻറ്റിന് 10,29,000 ആണ്. ഇനി 40 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് വരുന്നത് ഈ സ്മാർട്ട് പ്ലസ് മുതലാണ്. സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റാണ് 40 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൻ്റെ അടിസ്ഥാന വേരിയൻറ്റ്. അതിന് 10,89,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. പിന്നെ അഡ്വഞ്ചറിൻ്റെ വില 11,59,000. എംപവേർഡിൻ്റെ വില 12,29,000. എംപവേർഡ് പ്ലസ് ആകുമ്പോഴത്തേക്കും 12,59,000. ഇതെല്ലാം 40 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള മോഡലുകളാണ്. അത് മാത്രമല്ല ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറയുന്ന പരിപാടി അവർ തുടങ്ങിയിട്ടുണ്ട്. 6,59,000 രൂപയാണ് ആ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. അതായത് ബോഡി മാത്രം കിട്ടും, ബാറ്ററി നമ്മൾ റെൻ്റായിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ റീസെൻ്റായിട്ട് മാരുതി സുസുക്കിയുടെ ഈ വിറ്റാരയിലൊക്കെ ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറയുന്ന പ്രോഗ്രാം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബാറ്ററിക്കകത്തുള്ള കൂളിംഗ് എഫിഷ്യൻസിയും അത് മാത്രമല്ല ഒപ്റ്റിമൈസേഷനും എനർജി ഡെൻസിറ്റിക്കകത്തുള്ള എൻഹാൻസ്മെൻറ്റും ഏറ്റവും പ്രധാനമായിട്ട് ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുത്തു എന്നുള്ളതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തെ ട്രിപ്പുകൾക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്നിരുന്നാൽ പോലും നമ്മളൊരു സ്റ്റോപ്പ് എടുക്കേണ്ടി വരും. അങ്ങനെ ചെറിയൊരു സ്റ്റോപ്പ് എടുത്ത് ഒരു ചായ കുടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തെ ചാർജ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ചാർജിങ് ഫെസിലിറ്റിയൊക്കെ കറക്റ്റ് ആ സമയത്ത് വർക്ക് ചെയ്യണം, ഫാസ്റ്റ് ചാർജർ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കുന്ന ഘടകങ്ങളാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു വാഹനം വിൽക്കാൻ പോകുന്ന ആളുകളോട് എനിക്ക് ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ റോഡ് ടാക്സ് എന്ന് പറയുന്നത് 10 ലക്ഷം വരെ 5%. എക്സ് ഷോറൂം പ്രൈസ് 10 ലക്ഷത്തിന് താഴെ നിൽക്കുന്ന വാഹനങ്ങൾക്ക് 5%. അതിന് മുകളിലേക്കുള്ള എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കും 10% റോഡ് ടാക്സ് കൂട്ടി എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും 30 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള അടിസ്ഥാന വേരിയൻറ്റിന് മാത്രമാണ് ഈ 5% റോഡ് ടാക്സ് ഇംപ്ലിമെൻ്റ് ആവുക. ബാക്കിയുള്ളതിനെല്ലാത്തിനും 10% മാറ്റിക്കഴിഞ്ഞു. മറ്റ് പല സംസ്ഥാനങ്ങളും 0% ഈ EV കാറുകളുടെ റോഡ് ടാക്സ് അത്തരം രീതിയിൽ കൊടുക്കുമ്പോൾ ഇവിടെ 5%, 10%. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വാഹനമായിട്ടുള്ള എംപവേർഡ് 12,59,000, പിന്നെ അതിൻ്റെ 10% റോഡ് ടാക്സ്. അത് മാത്രമല്ല ഈ പറയുന്ന ഇൻഷുറൻസ്, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഈ ടോപ്പ് എൻഡ് ആയിട്ടുള്ള വാഹനത്തിൻ്റെ വില 15 ലക്ഷത്തിനടുത്ത് വരും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.